ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നാം എല്ലാവരും മാതാവിൻ്റെ 8 നോമ്പ് ആചരിക്കുകയാണല്ലോ. നമ്മുടെ എല്ലാവരുടെയും അമ്മയായ മാതാവിനെ കുറിച്ച് 2 വാക്ക്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 33-ാം വാക്യത്തിൽ ആരാണ് എൻ്റെ അമ്മ എന്ന ചോദ്യം സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ ആരാണെന്ന് അറിയാനിട്ടല്ല, എന്താണ് അമ്മയുടെ യഥാർത്ഥ മഹത്വം എന്ന് കേൾവിക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഈ ചോദ്യം ചോദിച്ചത്. യേശു തന്നെ നൽകുന്ന ഉത്തരത്തിൽ അത് വ്യക്തമാക്കുന്നു. ദൈവഹിതം നിർവഹിക്കുന്നവനാരോ അവനാണെൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ദൈവവചനം ശ്രവിക്കുക, വിശ്വസിക്കുക, ധ്യാനിക്കുക, ജീവിക്കുക. ഇതാണ് യേശുവിൻ്റെ അമ്മയുടെ പ്രത്യേകത. അങ്ങനെ അമ്മ മാധ്യസ്ഥയും മാതൃകയുമാകുന്നു. അമ്മയെപ്പോലെ നമുക്കും വചനം ശ്രവിക്കാം, വചനത്തിൽ വിശ്വസിക്കാം, വചനം ധ്യാനിക്കാം, വചനം ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസമായി ധരിച്ച ഈശോയെ, പരിശുദ്ധ അമ്മയെപ്പോലെ വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ.